എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൽ. നമുക്കറിയാം, മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും സ്ഥിരമായിട്ട് പുല്ലിംഗം സ്ത്രീലിംഗത്തെ പറ്റി ചോദിക്കാറുണ്ട്. 2024 മുതൽ 2025 വരെ പുല്ലിംഗം സ്ത്രീലിംഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വിദ്വാൻ. വിദ്വാൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. വിദുഷി. ചിലപ്പം എക്സാമിൽ വിദുഷി എന്നുള്ളതിന് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി തന്നേക്കാം. എന്ന് പറയുമ്പം വിദുഷി, വിദൂഷി ഇങ്ങനെയൊക്കെ തന്നേക്കാം. ഇതെല്ലാം തെറ്റാണ്. ശരിയായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ വിദുഷിയാണ്. വിദ്വാൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം വിദുഷി. ഞാനിപ്പം ഇവിടെ പറഞ്ഞ വിദ്വാൻ വിദുഷി എന്ന ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ഫീമെയിൽ വാർഡൻ്റെ പരീക്ഷയിലും അതേപോലെ തന്നെ 2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിലുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വാക്ക് ലേഖകൻ. ലേഖകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം ലേഖിക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഓപ്ഷനിൽ ലേഖിക എന്ന് തരുന്നതിന് പകരമായിട്ട് ലേഖികി എന്ന് ചിലപ്പോൾ തന്നേക്കാം. അത് കൊടുക്കരുത്. ശരിയായിട്ടുള്ള ആൻസർ ലേഖിക എന്നതാണ്. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു വാക്കിനെ പറ്റി 2025 ക്ലർക്ക് എക്സ് സർവീസ്മെൻ പരീക്ഷയിലും അതുപോലെ തന്നെ 2025 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയിലുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തെ വാക്ക് നേതാവ്. നേതാവ് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം നേത്രി. നേത്രി. നേതാവ് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം നേത്രി. ഇവിടെ ഓപ്ഷനിൽ ചിലപ്പോൾ നേതി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം. ഇത് കൊടുക്കരുത്, തെറ്റാണ്. നേതാവ് എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം നേത്രി. നേതാവ്, നേത്രി. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പരീക്ഷയിലും അതേപോലെ തന്നെ 2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയിലുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് ഇപ്പം തന്നെ അടയാളപ്പെടുത്തി വച്ചോളാം. നാലാമത്തെ വാക്ക് കവി. കവി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം കവയിത്രി. കവയിത്രി. കവയത്രി എന്ന ഈ വാക്കിനെ പറ്റി ഒരുപാട് തവണ PSC പരീക്ഷകൾക്ക് മുമ്പും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളണം. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്കറിയാം, സ്പെല്ലിങ്ങുകളെ പറ്റി മലയാളം പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ 2024-25 ഈ ഒരു കാലഘട്ടം എടുത്താൽ തന്നെ ഏകദേശം ഒരു 3 പ്രാവശ്യത്തിൽ കൂടുതൽ കവയത്രി എന്ന ഈ വാക്കിൻ്റെ സ്പെല്ലിംഗ് ചോദിച്ചിട്ടുണ്ട്. 2 രീതിക്ക് ചോദിക്കാം. പുല്ലിംഗം സ്ത്രീലിംഗം രീതിയിലും ചോദിക്കാം. അതേപോലെ തന്നെ സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിലും കവയത്രി എന്നുള്ള ഈ ഒരു വാക്കിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. കവി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് കവയത്രി. ചിലപ്പം ഓപ്ഷനിൽ കവയിത്രി എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇത് തെറ്റാണ്. കവി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ കവി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് കവയിത്രി. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ മെയിൻസ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഞ്ചാമത്തെ വാക്ക് ഭൃത്യ. ഭൃത്യ എന്നുള്ള ഈ ഒരു വാക്കിൻ്റെ പുല്ലിംഗ രൂപമാണ് അന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഭൃത്യ എന്ന ഈ വാക്കിൻ്റെ പുല്ലിംഗ രൂപമാണ് ഭൃത്യൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഇത്രയും കാര്യങ്ങളും ഈ 4 കാര്യങ്ങളും ചോദിച്ചിട്ടുള്ളത് ആദ്യം വന്നിട്ടുള്ളത് പുല്ലിംഗമാണ്. ഇവിടെ ഈ 4 വാക്കുകളിലും ആദ്യത്തെ രൂപം എന്ന് പറയുമ്പം പുല്ലിംഗ രൂപമാണ്. വിദ്വാൻ, ലേഖകൻ, നേതാവ്, കവി ഇതെല്ലാം പുല്ലിംഗ രൂപമായിട്ടാണ് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് ആദ്യം സ്ത്രീലിംഗ പദം ചോദിച്ചതിന് ശേഷം പിന്നീട് പുല്ലിംഗ ശബ്ദം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതുമ്പം നല്ലപോലെ ശ്രദ്ധിച്ച് വെച്ചോളണം. ആദ്യം ചിലപ്പം സ്ത്രീലിംഗ പദം ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഭൃത്യ എന്ന വാക്കിൻ്റെ പുല്ലിംഗ ശബ്ദം ഏതാണ്? ഭൃത്യൻ. ഭൃത്യ, ഭൃത്യൻ.
ഇതൊന്ന് പഠിച്ചു വെച്ചോളണം, നല്ലൊരു ചോദ്യമാണ്. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആറാമത്തെ വാക്ക് നായകൻ. നായകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം നായിക. ഇവിടെ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം നായിക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. പക്ഷേ ഓപ്ഷനിൽ നായകി എന്ന് ഉറപ്പായിട്ടും തരും, അത് കൊടുക്കരുത്, തെറ്റാണ്. നായകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം നായിക. നായകൻ നായിക, നായകൻ നായിക. ഇത് നല്ലപോലെ നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. നായകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം നായിക. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏഴാമത്തെ വാക്ക് കർഷകൻ. കർഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം കർഷക. കർഷകൻ കർഷക. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് കർഷക. ചിലപ്പം ഓപ്ഷനിൽ കാർഷികി ഇങ്ങനെ തന്നേക്കാം, കാർഷികി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം, തെറ്റാണ്, കൊടുക്കരുത്. കർഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് കർഷക. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ജൂനിയർ അസിസ്റ്റന്റ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എട്ടാമത്തെ വാക്ക് വൈരി. വൈരി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം വൈരിണി. വൈരിണി, വൈരിണി. വൈരി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് വൈരിണി. ചിലപ്പം പരീക്ഷകളിൽ വൈരാണി എന്ന് തന്നേക്കാം, വൈരാണി, വിരാണി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം, ഇത് കൊടുക്കരുത്, തെറ്റാണ്. വൈരി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മുടെ PSC ആൻസർ കീ പ്രകാരം വൈരി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് വൈരിണി. ഇത് നല്ലപോലെ അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചു വച്ചിരിക്കണം. പിന്നെ വൈരി വൈരിണി എന്ന ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 പത്തനംതിട്ട LD ക്ലർക്കിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒമ്പതാമത്തെ വാക്ക് അവതാരകൻ. അവതാരകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം അവതാരക. അവതാരകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം അവതാരക. ഇവിടെ ചിലപ്പോൾ പരീക്ഷയിൽ അവതാരക എന്നുള്ളതിന് പകരം അവതാരകി എന്ന് ചിലപ്പോൾ തന്നേക്കാം, അവതാരകി, അവതാരകി എന്ന് തന്നേക്കാം, അല്ലെങ്കിൽ അവതാരകി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം, അത് തെറ്റാണ്. അവതാരകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് അവതാരക. അവതാരക. ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 സബ് ഇൻസ്പെക്ടർ മെയിൻസിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2024 കോട്ടയം ജില്ലയുടെ LD ക്ലർക്കിൻ്റെ പരീക്ഷയിൽ 4 പുല്ലിംഗ സ്ത്രീലിംഗ ശബ്ദങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. തമ്പി തങ്കച്ചി. തമ്പി തങ്കച്ചി. ധീരൻ ധീര. ധീരൻ ധീര. പക്ഷി പക്ഷിണി. പക്ഷി പക്ഷിണി. ഏകാക്കി ഏകാകിനി. ഏകാക്കി ഏകാകിനി. ഈ 4 വാക്കുകൾ നല്ലപോലെ പഠിച്ചു വെച്ചോളണം. ഇനി വരുന്ന 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. തമ്പി തങ്കച്ചി, ധീരൻ ധീര, പക്ഷി പക്ഷിണി, ഏകാക്കി ഏകാകിനി. 11ാമത്തെ വാക്ക് കിങ്കരൻ. കിങ്കരൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം കിങ്കരി. കിങ്കരൻ കിങ്കരി. കിങ്കരി എന്ന ഈ ഒരു വാക്കിന് പകരം കിങ്കരണി എന്ന് ചിലപ്പോൾ തന്നേക്കാം. കിങ്കരണി, കിങ്കരണി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം, ഇത് തെറ്റാണ്. കിങ്കരൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം കിങ്കരി. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി LD ക്ലർക്ക് എറണാകുളം ജില്ലയുടെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 12ാമത്തേത് സിംഹി.
ഇവിടെ ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം സിംഹി എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. സിംഹി എന്ന് പറയുമ്പം അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പുല്ലിംഗ ശബ്ദം എന്താണ്, സിംഹി എന്ന വാക്കിൻ്റെ പുല്ലിംഗ ശബ്ദം ഏതാണ് എന്നുള്ള രീതിയിലാണ് അന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സിംഹി എന്ന വാക്കിൻ്റെ പുല്ലിംഗ ശബ്ദമാണ് സിംഹം. സിംഹം. സിംഹി എന്ന വാക്കിൻ്റെ പുല്ലിംഗ ശബ്ദമാണ് സിംഹം. സാധാരണഗതിയിൽ സിംഹത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം ഏതാണ് എന്നുള്ള രീതിയിലേക്കാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം സ്ത്രീലിംഗ ശബ്ദം ചോദിച്ചു, അതിനുശേഷമാണ് പുല്ലിംഗം ചോദിച്ചിട്ടുള്ളത്. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2024 ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2 പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 13ാമത്തെ വാക്ക് രക്ഷകൻ. രക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം രക്ഷിക. രക്ഷകൻ, രക്ഷിക. രക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് രക്ഷിക. രക്ഷിക. ചിലപ്പം ഓപ്ഷനിൽ രക്ഷികി, രക്ഷികി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം, അല്ലെങ്കിൽ രക്ഷകിണി എന്നൊക്കെ ചിലപ്പോൾ തന്നേക്കാം. തെറ്റാണ്, കൊടുക്കരുത്. രക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് രക്ഷിക. രക്ഷിക. ഇതേപോലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. കാന്തൻ. കാന്തൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം കാന്ത. കാന്തൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം കാന്ത. ചിലപ്പം ഓപ്ഷനിൽ കാന്തി, കാന്തിനി എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അങ്ങനെ കൊടുക്കരുത്. കാന്തൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം കാന്ത. ഞാനിപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ 2 വാക്കുകളെ പറ്റി 2025 സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 14ാമത്തെ വാക്ക് പ്രേക്ഷകൻ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം പ്രേക്ഷക. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് പ്രേക്ഷക. പ്രേക്ഷകൻ, പ്രേക്ഷക. ചിലപ്പം ഓപ്ഷനിൽ പ്രേക്ഷകി, പ്രേക്ഷകി എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ പ്രേക്ഷണിക, പ്രേക്ഷണിക എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിച്ചേക്കാം. അതൊന്നും കൊടുക്കരുത്, തെറ്റാണ്. ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പം പ്രേക്ഷക. പ്രേക്ഷകൻ, പ്രേക്ഷക. ഞാനിപ്പം ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ പറ്റി 2025 ഡിഗ്രി പ്രിലിംസിൻ്റെ 1ാം ഘട്ടത്തിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വച്ചേക്കണം. പുല്ലിംഗം, സ്ത്രീലിംഗം ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 8 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി എഴുതിയെടുത്തോളണം. 1ാമത്തെ വാക്കാണ് നമ്പ്യാർ. നമ്പ്യാർ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം നങ്യാർ. നമ്പ്യാർ, നങ്യാർ. 2ാമത്തേത് കൈമൾ. കൈമൾ, കുഞ്ഞമ്മ. കൈമൾ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് കുഞ്ഞമ്മ. 3ാമത്തേത് സാക്ഷി. സാക്ഷി, സാക്ഷിണി. സാക്ഷി, സാക്ഷിണി. 4ാമത്തേത് ദേവൻ. ദേവൻ. ദേവൻ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ ശബ്ദം നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ് ദേവൻ, ദേവി. ദേവൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം, സ്ത്രീലിംഗ രൂപമാണ് ദേവി. 5ാമത്തേത് അധ്യാപകൻ. അധ്യാപകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം അധ്യാപിക. അധ്യാപകൻ, അധ്യാപിക. നമ്പ്യാർ, നങ്ങിയാർ, കൈമൾ, കുഞ്ഞമ്മ, സാക്ഷി, സാക്ഷിണി, ദേവൻ, ദേവി, അധ്യാപകൻ, അധ്യാപിക. 6ാമത്തെ വാക്ക് സ്വാമി. സ്വാമി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ ശബ്ദം സ്വാമിനി. സ്വാമിനി. സ്വാമി, സ്വാമിനി. എങ്കിൽ പാപി. പാപി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണെങ്കിൽ പാപി. പാപി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം പാപിനി. പാപിനി.
എട്ടാമത്തെ വാക്ക് രോഗി. രോഗി. ഈ രോഗി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം രോഗിണി. രോഗിണി. ചിലപ്പം ഓപ്ഷനിൽ രോഹിണി എന്ന് പോലും തന്നേക്കാം, ശ്രദ്ധിച്ചു വെച്ചോളാം. രോഗി എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ ശബ്ദം രോഗിണി. രോഗി, രോഗിണി. ഇവിടെ മൊത്തം 8 അഡീഷണൽ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 8 വാക്കുകൾ നല്ലപോലെ എഴുതിയെടുത്ത് പഠിച്ചു വെച്ചോളണം. 2024 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ചോദിച്ചിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.